ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഇതൊരു സൈക്കോളജിക്കൽ യുദ്ധമാണ്. എന്തുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 3 രാജ്യങ്ങളുടെയും അഭിമാന വിഷയമാണ് യുദ്ധത്തിൽ ജയിക്കുക എന്നുള്ളത്. നമ്മുടെ ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് 2025 ശേഷം 2026 രണ്ടാമത്തെ ഘട്ടമാണ് യുദ്ധം തുടങ്ങുന്നത്. മറ്റുള്ള ലോക രാജ്യങ്ങളിൽ നടന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് വ്യത്യസ്തതയുണ്ട്. 1ഉം 2ഉം ലോക യുദ്ധങ്ങൾ നമുക്കറിയാം, അത് ലോകത്തെ വ്യാപകമായ രീതിയിൽ ബാധിക്കപ്പെട്ട സംഭവമൊന്നുമല്ല. യുദ്ധം ചെയ്ത രാജ്യങ്ങളെയും അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന രാജ്യങ്ങളെയും മാത്രം ബാധിച്ച യുദ്ധമാണ് ആ പറയപ്പെട്ട 1ഉം 2ഉം ലോക യുദ്ധങ്ങൾ. ഇന്ത്യ ഒന്നും 2ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമല്ല. ഇന്ത്യ അതിൻ്റെ കെടുതികൾ അനുഭവിച്ചിട്ടുമില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് അത് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്, അത് മറ്റൊരു വശമാണ്. മറ്റുള്ള എല്ലാ രാജ്യങ്ങളെയൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചാലും ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 1ാം ലോക യുദ്ധത്തിലോ 2ാം ലോക യുദ്ധത്തിലോ പങ്കെടുത്തവർക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്, വിജയിച്ചവർക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. 1ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് ഒരു മുസ്ലിം രാജ്യം, തുർക്കിയാണ്. ആ തുർക്കി പരാജയപ്പെട്ടു. അതുകൊണ്ട് അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന ആ സാമ്രാജ്യത്തോട്, ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു തുർക്കി. നമുക്കറിയാം, ഓട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലുണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളെയും അത് ബാധിച്ചു. അറേബ്യൻ രാജ്യങ്ങളൊക്കെ അങ്ങനെയുള്ളതാണ്. പാലസ്തീൻ എന്ന് പറയുന്ന ദേശവും ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. ബ്രിട്ടീഷുകാർ മേൽക്കോയ്മ ഉണ്ടാക്കി അവിടെ വിജയം നേടിയതോടുകൂടി ആ മേഖല പിടിച്ചെടുത്തു. പിന്നീട് ആ മേഖലയുടെ കുറഞ്ഞ ഭാഗം ഇസ്രായേലിന് കൊടുത്തു. ഇസ്രായേൽ അവിടെ വന്നതോട് കൂടിയിട്ട് പാലസ്തീൻ്റെ ഭൂമി പിടിച്ചെടുത്തു. അങ്ങനെയൊക്കെയാണ് ആ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ ഒക്കെ ഇതെല്ലാം ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഖിലാഫത്ത് വിപ്ലവം മരിച്ചു വീണ യുദ്ധമായിരുന്നു 1ാം ലോക യുദ്ധം. അപ്പോൾ ആ മേഖലയിൽ യുദ്ധം അവസാനിച്ചതോടുകൂടി പിന്നീട് ബ്രിട്ടൻ വലിയ രീതിയിലുള്ള സാമ്രാജ്യമായിട്ട് വളർന്നു. അവർ ആ ഭൂപ്രദേശമെല്ലാം പിടിച്ചെടുത്തു എന്ന് ചുരുക്കം. 2ാം ലോക യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്ക അതിൽ പ്രധാന കക്ഷി, ബ്രിട്ടനായിരുന്നു പ്രധാന കക്ഷി, സോവിയറ്റ് യൂണിയൻ ആയിരുന്നു പ്രധാന കക്ഷി. 2ാം കക്ഷിയായിട്ട് വന്നത് ബ്രിട്ടനാണ്. 3ാമതാണ് അമേരിക്ക. ആണവായുധം ഉപയോഗിച്ചതോടുകൂടി അമേരിക്ക 1ാമതായിട്ട് മാറി. എതിരായിരുന്നു ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. നമുക്കറിയാം, അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടായി, നാശങ്ങളുണ്ടായി. ഭരണം അട്ടിമറിയപ്പെട്ടു, പുതിയ ഭരണ സംവിധാനങ്ങൾ വന്നു. ജപ്പാൻ എന്ന് പറയുന്ന ആ രാജ്യം അട്ടിമറിഞ്ഞതോടുകൂടി പിന്നീട് അവിടെ അമേരിക്ക ഇടപെടുകയും അമേരിക്കയുടെ സൈനിക വിന്യാസം അവിടെ ഉണ്ടാവുകയും ചെയ്തു. അവിടെ അമേരിക്ക ഇപ്പോഴും സൈനിക ബേസ് ഉണ്ട്. ആ ബേസ് എന്ന് പറയുന്ന സമയത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഏകദേശം 100 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും അമേരിക്കയുടെ കൈവശത്തിലുള്ള ഭൂപ്രദേശമായിട്ട് അതവർ മാറ്റിയെടുത്തു. 2ാം ലോക യുദ്ധത്തോടു കൂടി ജപ്പാൻ ഉണ്ടായിരിക്കുന്ന നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്ന ലാഭമാണ് വരിക്കുന്നത്. ഈ പറയപ്പെട്ട എയർബേസിൽ നിന്നാണ് ഇറാനെതിരെ കഴിഞ്ഞ വർഷം അമേരിക്ക ആക്രമണം നടത്തിയത്. 35 മണിക്കൂർ പറന്നുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നൊരു പ്രത്യേകത. ആകാശത്ത് വെച്ച് ഇന്ധനം ഫില്ല് ചെയ്യാവുന്ന 2 വിമാനങ്ങൾ കൂടെ പറന്നുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്തത്. നമ്മളിപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് എന്താണ് ഇവിടെ നടക്കുന്ന യുദ്ധം എന്നുള്ളത് നമ്മൾ പരാമർശിക്കാം. 3 കക്ഷികൾ, ഒന്ന് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഭരണകൂടത്തെ അട്ടിമറിച്ച് പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ലക്ഷ്യം. ഇസ്രായേലിൻ്റെയും റെജീം ചേഞ്ച് എന്ന് ആദ്യം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ ഇറാൻ്റെ ഗവൺമെൻറ് സംവിധാനങ്ങൾ അത് ആലോചിക്കുന്നത് എങ്ങനെയാണ്? തങ്ങൾ ഇല്ലാതാവുകയാണ്, തങ്ങളുടെ ഭരണ സംവിധാനം തകരുകയാണ്, ഗവൺമെൻറ് തകർച്ചയെ നേരിടുകയാണ്. പിന്നീട് ഇത് നിലനിൽക്കണമെങ്കിൽ അവസാനവട്ട യുദ്ധം ചെയ്യണം. അവനവൻ മരിക്കുമെന്ന് ഉറപ്പുണ്ടായാൽ ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന അവസാന വട്ട പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിരിക്കുന്ന മൂർച്ചയും കാഠിന്യവും ഇറാൻ്റെ ആക്രമണം അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കോ രാജ്യങ്ങൾക്കോ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം നമ്മൾക്ക് വർത്തമാന കാലത്ത് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു അവസാനവട്ട ശ്രമം ഒരു അവസാനവട്ട യുദ്ധം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒന്നുകിൽ ഒന്നായിട്ട് നശിക്കണം, അല്ലെങ്കിൽ രാജ്യത്തെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കണം. ഈ ഒരു യുദ്ധവും റഷ്യയുടെയും ഉക്രൈൻ്റെയും 4 വർഷം കഴിഞ്ഞു 5ാമത്തെ വർഷം തമ്മിൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾക്കത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ മേഖലയാണ് മിഡിൽ ഈസ്റ്റ്. ആ മിഡിൽ ഈസ്റ്റിലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മറ്റ് ലോക വിപണിയിലേക്ക് എത്താനുള്ള പാതയാണ്, പ്രധാന പാതയാണ് ഹോർമുസ് കടൽ. അത് ഇറാൻ്റെ കരാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. ബാക്കിയുള്ള ശേഷിക്കുന്ന ഭാഗം ഒമാൻ്റെ കടൽ അതിർത്തിയുമാണ്. ഒമാനും ഇറാനും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യമായതുകൊണ്ട് ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഇറാനെതിരെ നിലപാട് പറയുക ഒരിക്കലും ഉണ്ടാവില്ല. കാര്യം ഒമാനിലുള്ള 2 കപ്പലിനെയും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. അത് ഹോർമുസ് കടൽ വഴി വരുന്ന കപ്പലാണ് എന്ന് നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സർവ്വ മേഖല ആക്രമിക്കപ്പെട്ടു. ഏകദേശം 19 രാജ്യത്തെ ഇറാൻ ആക്രമിച്ചു എന്നുള്ളതാണ്. അവരാരും തിരിച്ചടിച്ചിട്ടില്ല, ഇസ്രായേലും അമേരിക്കയും അല്ലാതെ. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് തിരിച്ചടി ഭയാനകരമായിരിക്കും. തിരിച്ചടിക്ക് ശേഷമുള്ള അതിൻ്റെ മറുപടി ഭയാനകരമായിരിക്കും. അത് താങ്ങാൻ വേണ്ടി കരുത്തില്ല, ശക്തിയില്ല. കാരണം ഈ രണ്ടും കൽപ്പിച്ചുള്ള ആക്രമണമാണ് നടത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സീനിയോറിറ്റിയുള്ള നേതാക്കന്മാരെ അമേരിക്ക കൊലപ്പെടുത്തിയിരിക്കുന്നു. അതിലേറ്റവും ഉയർച്ചയിൽ നിൽക്കുന്ന ആയത്തുള്ള അലി ഖംനായിയാണ്, സുപ്രീം ലീഡറാണ്. അവരുടെ ഷിയ വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ ആത്മീയ നേതാവാണ്. അവരെയാണ് കൊലപ്പെടുത്തിയെന്ന് പറയുന്ന സമയത്ത് എല്ലാ ഇറാനികളും കൊലപ്പെടുത്തിയതിന് തുല്യമായിട്ടാണ് അവരത് കണക്കാക്കുന്നത്. പിന്നീട് ആ നിരയിലുള്ള ഏകദേശം 1 ഡസനോളം സീനിയോറിറ്റിയുള്ള പ്രായാധിക്യമുള്ളവരെ കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ 2ാം തലമുറയിൽപ്പെട്ട യുവാക്കന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി കഠിനമായിരിക്കുന്ന നിലപാടുള്ള തീവ്ര ചിന്താഗതിക്കാരുടെ അടുത്തേക്ക് ഭരണങ്ങളെത്തി. അതിൻ്റെ കഠോരമായിരിക്കുന്ന ശിക്ഷയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും അനുഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ അവരെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം മിതത്വം പറഞ്ഞു കൊടുക്കാൻ ആളില്ല. അതുള്ളവരൊക്കെ ഇവരെ കൊലപ്പെടുത്തി എന്നുള്ളത് മണ്ടത്തരമായിരിക്കുന്ന കാര്യമാണ്. എന്താണ് ഇതിൽ അമേരിക്കക്കും ഇസ്രായേലിനും പറ്റിയിരിക്കുന്ന മണ്ടത്തരം? നേതൃത്വത്തെ ഇല്ലാതാക്കിയ വളരെ പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിക്കും എന്നവർ മനസ്സിലാക്കി. ആഭ്യന്തര കുഴപ്പമുണ്ടാകുമെന്ന് മനസ്സിലാക്കി. നേരെ ഉൾട്ട തിരിച്ചടി ഉണ്ടായി. രാജ്യം മുഴുവനും ഭരണ സംവിധാനത്തോടൊപ്പം നിന്നു. ഈ ഭരണം നിലനിൽക്കേണ്ടത് ഇവരുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് വന്നു. അങ്ങനെ ആ സമയത്ത് ജനങ്ങളും ഭരണകൂടവും സൈനികരും സംവിധാനങ്ങളും ഒരു ഭാഗത്തും ഇസ്രായേലും അമേരിക്കയും ഒറ്റപ്പെട്ടു പോകുന്ന രീതിയും വന്നു. മാത്രമല്ല നമ്മളെ രാജ്യത്തിലുള്ള ഭരണ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇറാൻ്റെത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സൈനിക സംവിധാനങ്ങൾ 3 തരത്തിൽ കര, നാവിക, വ്യോമയായിട്ട് ഉണ്ട്. എല്ലാ രാജ്യത്തും അങ്ങനെ ഉണ്ട്. അതുതന്നെ ഇന്ത്യയിലുണ്ട്. അതിനെ നിയന്ത്രിക്കുന്നത് അതിൻ്റെ സൈനിക കമാൻഡർ ആയിരിക്കും. ആ കമാൻഡർ നിയന്ത്രിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ നിയമാവലികൾ, രീതികളുള്ളത്. അതൊരു സൈനിക പാറ്റേൺ ആണ്. അപ്പോൾ 3 വിഭാഗത്തിനും കൂടി ഒരു സൈനിക കമാൻഡർ പോലും ഈ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യയുടെ സൈനിക രീതി കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇറാനിൽ അങ്ങനെയല്ല. ഇറാൻ 2 തരം സൈനികരുണ്ട്. ഒന്ന് ഗവൺമെൻറ് തലത്തിലുള്ള സൈനിക സംവിധാനം, പൊതു സൈനിക സംവിധാനം എന്നതിന് പറയും. അത് നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ളവർ തന്നെ. രണ്ടാമത്തെ നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തൊരു സംവിധാനം അവിടെ ഉണ്ട്. അത് ആത്മീയ നേതാവിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സൈനിക സംവിധാനം. അത് പ്രത്യേകമായി പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്ന 1,00,000-ലധികം ആയുധശേഷിയുള്ള സൈനിക വിഭാഗമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് രാഷ്ട്രീയമായിരിക്കുന്ന സംവിധാനം, ഒരു ഭാഗത്ത് മതപരമായിരിക്കുന്ന സംവിധാനം. ഇവർ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി നമ്മൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ ഇപ്പോൾ വിചാരിച്ച കാര്യം എന്താണ്? ഈ ഇറാൻ്റെ സൈനിക ശക്തി ആക്രമിച്ച ഇല്ലാതായെങ്കിൽ മാത്രമേ തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ നിലനിൽപ്പുള്ളൂ. കാരണം ലെബനാന്, ഈ ഹൂത്തികൾ, പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, പിന്നെ ഇറാഖിലെ മിലിഷ്യ ട്രൂപ്പുകളെല്ലാം ആക്രമിക്കുന്നത് ഇറാൻ പിന്നിലുള്ളത് കൊണ്ടാണ്. ഇറാൻ്റെ ധൈര്യം അവർക്ക് കിട്ടുന്നു, ഇറാൻ സഹായം കിട്ടുന്നു, അതുകൊണ്ടാണ്. അതുകൊണ്ട് തലക്ക് തന്നെ അടി കൊടുക്കുക എന്ന രീതിയിലുള്ള തന്ത്രം പ്രയോഗിച്ചിട്ടാണ് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അവർ മുതിർന്നത്. ആ ആക്രമിക്കാൻ മുതിർന്ന സമയത്ത് ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും സൈനികപരമായിരിക്കുന്ന സഹായങ്ങൾ ഇല്ലാതാവും. ഇസ്രായേലിനെ സംബന്ധിച്ചോളം സ്വതന്ത്രമായിരിക്കുന്ന രീതിയിലേക്ക് നീങ്ങും. അങ്ങനെ വരുന്ന സമയത്ത് 2 തരത്തിലുള്ള രാഷ്ട്രീയ ഗുണം ഇസ്രായേൽ അതിൽ കണക്കൂട്ടും. ഒന്ന്, മിഡിൽ ഈസ്റ്റിൽ സർവാധിപത്യം ഇസ്രായേലിനുണ്ടാവും. പിന്നീട് ഈ അറേബ്യൻ രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചോദിക്കാൻ ആളില്ലാത്ത സ്ഥിതി. ആകെ ചോദിക്കേണ്ട അമേരിക്ക ഒരിക്കലും ചോദിക്കില്ല. കാരണം ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അമേരിക്കക്ക്, അതുകൊണ്ടൊന്നും ചെയ്യില്ല. അപ്പോൾ മേഖലയുടെ സർവാധിപത്യം ഉണ്ടാവുകയും ഇവർക്ക് സ്വതന്ത്ര ഭൂപ്രദേശം പോലെ വിരഹിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക യുദ്ധത്തിലേക്ക് വലിച്ചയച്ചത് തന്നെ. അപ്പോൾ ഇപ്പോൾ നേരെ മറിച്ച് അതിന് തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുണ്ടായ സമയത്ത് അത് നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് വന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്തിൻ്റെ ഏതെങ്കിലും ഒരു നഗരങ്ങൾ ആക്രമണത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്ന് ഇറാൻ പറയുന്നു. ആ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട്. അത് നഗരമാണെങ്കിലും ഗ്രാമമാണ്, ഗ്രാമത്തിലും നഗരങ്ങളുണ്ടാവും, അതുപോലെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സൈനിക മേഖല ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജെറ്റ് നിർമ്മിക്കുന്ന ഏരിയ പോലും ആക്രമിക്കപ്പെട്ടു.
സൈനിക നിർമ്മാണങ്ങൾ നടത്തുന്ന ബോംബുകൾ നിർമ്മിക്കുന്നത്, ഈ മിസൈൽ സംവിധാനങ്ങൾ അവിടെയൊക്കെ ആക്രമിക്കപ്പെട്ടു എന്നല്ല, പുനർനിർമ്മാണം നടത്താൻ പറ്റാത്ത രീതിയിൽ നാശം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതങ്ങനെ പോകുന്നു. പിന്നീട് അവിടെ ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ടു, സൈനിക കോട്ടേജുകൾ തകർക്കപ്പെട്ടു, മൊസാദ് സെൻ്ററുകൾ തകർത്തു, ഈ ആണവായുധ മേഖല തകർത്തു, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവരെ ഇങ്ങനെ ഇറാൻ്റെ നയത്തിനനുസരിച്ച് സ്വതന്ത്രമാക്കി വിട്ടു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ വലിയ മുറിപ്പാട് അവർക്കുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇസ്രായേലിൻ്റെ സൈനിക ശക്തി ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു അഭിമാന വിഷയമാണ്. ഉള്ള ആയുധങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നത്. അത് ഇസ്രായേൽ ഇപ്പോൾ ഒറ്റക്ക് ആക്രമിക്കുന്നില്ല, അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ്. മുമ്പ് ഒറ്റക്ക് ആക്രമിച്ചു, ഇപ്പോൾ ഒറ്റക്ക് ആക്രമിക്കാൻ ആയുധ ശേഷിയില്ല. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ്, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ്. ഇതാണ് സൈക്കോളജിക്കൽ വാർ എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ അമേരിക്ക എടുത്ത് നോക്കുകയാണെങ്കിലോ, അമേരിക്ക ലോകത്തിന് മുമ്പ് ഇളിഭ്യരായിപ്പോയി, മാനക്കേടായിപ്പോയി. അവരിപ്പോൾ ഇറാൻ്റെ മുമ്പിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അവർക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടത്തിൻ്റെ കണക്കുകൾ എഴുതിയാൽ പറഞ്ഞാലും തീരാത്ത അത്ര. അപ്പോൾ അവർ ഇറാൻ്റെ മുമ്പിൽ ആധിപത്യം വിജയിച്ചിട്ടില്ലെങ്കിൽ മൂന്നാം ലോക രാജ്യങ്ങൾ ഒരിക്കലും അമേരിക്കയെ പരിഗണിക്കില്ല. മാത്രവുമല്ല, ഹീറോ പരിവേഷത്തിൽ ഇറാൻ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അവരുടെ സൈനികപരമായിരിക്കുന്ന ശക്തി ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ്. അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ 3 തരത്തിലുള്ള സൈക്കോളജിക്കൽ യുദ്ധം ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് ഈ യുദ്ധത്തിനൊരു പരിഹാരമില്ലാതെ നീണ്ടു പോകാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം. ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളും, ഹോർമുസ് കടലാണെങ്കിലും ബാക്കിയുള്ള എല്ലാ വിഷയവും അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ. 3 രാജ്യത്തിൻ്റെയും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കൃത്യം. അതിൽ ഇറാൻ വലിയ രീതിയിൽ മെജോറിറ്റി നേടുന്നുണ്ട് എന്നുള്ളത് അമേരിക്കയ്ക്ക് ഇപ്പോഴും വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അന്ത്യശാസനം വീണ്ടും 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 ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ അമേരിക്ക ഇനിയും നൽകും എന്നുകൂടി നമുക്ക് ഇതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.